ഇന്നത്തെ ആസ്പിറൻസ് ടൈമിലെ ചോദ്യം അലഹാബാദിൽ നിന്നും അൻകുറാണ് അയച്ചു തന്നത്. കാരണം ഈ അടുത്തൊരു ഡിസ്കഷൻ ഫോറം ഉണ്ടായിരുന്നു. സോ അതിൽ അൻകുർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ആ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് ആസ്പിറൻ്റ് അല്ലെങ്കിൽ പോലും ഏതൊരു കാര്യത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളോ ലൈഫിനെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഡ്രീം കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് മനസ്സിൽ. ക്വസ്റ്റൻ ഇസ് വെരി റെലവെൻറ്റ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത്? ഹൗ ആർ യു പുഷിങ് യുവർ സെൽഫ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ? ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മൾ സ്വയം നമ്മളെ തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നത്? എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ട്. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ദിനചര്യയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ എല്ലാവരും വളരെ യൂസ്ഡ് ആയിപ്പോയി. പക്ഷെ ഒരു പരീക്ഷയൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പരീക്ഷ സ്വപ്നം കാണുന്ന ഒരു ടൈമിൽ ഡെഫിനറ്റ്ലി ഈ കംഫർട്ട് സോണിൻ്റെ പുറത്ത് കടന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ശരിക്കും പ്രിപ്പറേഷനിലേക്ക് എത്തുക എന്നൊരു ചോദ്യമാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹൗ ക്യാൻ യു കം ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ എന്ന ചോദ്യത്തിന് ഉത്തരം എന്തായാലും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു മരുന്നോ സംഭവങ്ങളോ ഒന്നും ഇതിനില്ല. ഇത് പ്യുവർലി ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ പ്രോബ്ലമാണ്. എനിക്ക് തോന്നുന്നു ഈ ചോദ്യം കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐ വിൽ ഗിവ് യു എൻ ഇല്ലസ്ട്രേഷൻ. ആ ഇല്ലസ്ട്രേഷൻ ഇത്രയേ ഉള്ളൂ. ഇമാജിൻ അബൌട്ട് എ സ്പോർട്സ് പേഴ്സൺ. നിങ്ങൾക്ക് അറിയുന്ന ഒരു വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. നീരജ് ചോപ്രയെ കുറിച്ച് തന്നെ വിചാരിക്കുക. ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാന നേട്ടമുണ്ടാക്കിയ നീരജ് ചോപ്രയെ കുറിച്ച് തന്നെ നമുക്ക് ആലോചിക്കാം. ഗോൾഡ് മെഡൽ അദ്ദേഹം ഒളിമ്പിക്സിൽ നേടിത്തന്നു. ചെറിയൊരു കാര്യമല്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അത് ഡ്രീം ചെയ്തിട്ടുണ്ടാവുക ഒന്ന് ചിന്തിച്ചു നോക്കുക. ബിക്കോസ് ഡെഫിനറ്റ്ലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ അദ്ദേഹത്തിനും ഉണ്ടായി കാണും. ഡിഫറെൻറ്റ് അംബീഷൻസ് ഉള്ള ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ് ഉള്ള കൂട്ടുകാർ അദ്ദേഹത്തിനും ഉണ്ടായി കാണും. പക്ഷേ ദ പേഴ്സൺ നീരജ് ചോപ്ര വിൽ ഡെഫിനറ്റ്ലി ബി വെരി ഡിഫറെൻറ്റ്. അദ്ദേഹം മറ്റുള്ളവരെക്കാട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേ ഹാവ് എ സ്ട്രോങ് ഡ്രീം. അദ്ദേഹം അപ്പോഴേ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം, ഞാൻ ഒളിമ്പിക്സിൽ ഇത്രയും വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഗോൾഡ് മെഡൽ അണിഞ്ഞു നിൽക്കുന്ന ആ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഇതാണ് ഞാൻ ആ പറഞ്ഞ വിഷ്വലൈസേഷൻ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഡ്രീം. ആ ഡ്രീമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കോൺസെപ്റ്റ്. ബിക്കോസ് അദ്ദേഹം തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇത്രയും വർഷത്തിനുള്ളിൽ എനിക്ക് ആ ഗോൾഡ് മെഡൽ വേണം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടെന്ന് തോന്നിക്കഴിയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഇത് ചിന്തിക്കുമായിരിക്കും. ഐ എം വിഷ്വലൈസിങ് ദ പവർ ഓഫ് വിഷ്വലൈസിങ്. അതായത് ഞാൻ ആ ഗോൾഡ് മെഡൽ അണിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈം. സോ ഇതിനൊരു ആർട്ടിഫിഷ്യൽ ഉത്തരമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ തന്നെ ഉള്ളതാണ്. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഡ്രീം ചെയ്യുക. ഇനി സിവിൽ സർവീസിൻ്റെ ക്വസ്റ്റനായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, പഠിക്കുന്ന എല്ലാ ആസ്പിരൻസിനും സ്ഥിരമുള്ള പ്രോബ്ലമാണ്. ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഒരു പകുതി ദൂരം പോലും എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഭയങ്കരമായ ബോറടിക്കും. നമ്മുടെ പേഷ്യൻസ് ഇല്ലാണ്ടാവും, ക്ഷമ നശിക്കും എന്ന് പറയുന്ന പോലെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ആ ഒരു പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെനെവർ യു സ്റ്റോപ്പ്, എപ്പോഴാണോ നിങ്ങൾ വീണു പോകുന്നത് ആ സമയത്ത് ആലോചിക്കുക. ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസ്, ഇമാജിൻ യുവർ സെൽഫ് ആസ് എ സിവിൽ സർവീസ് ഓഫീസർ. നിങ്ങളൊരു IAS ഓഫീസറോ IPS ഓഫീസറോ അല്ലെങ്കിൽ ഒരു IFS ഓഫീസറോ ആയിട്ട് സങ്കല്പിക്കുക, ഞാൻ ആ പൊസിഷനിൽ നിൽക്കുകയാണ്. ഐ എം ഡൂയിങ് ദറ്റ് ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ ഞാൻ ആ പൊസിഷൻ ഉൾക്കൊള്ളുകൊണ്ട് ഞാൻ ആ ഡ്യൂട്ടി ചെയ്യാണ്. സോ വാട്ട് ഈസ് ദറ്റ് പവർ ഇൻ യു? നിങ്ങൾക്ക് തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഇൻസ്പിറേഷൻ വന്നു കഴിയുമ്പോൾ, വിഷ്വലൈസേഷൻ വന്നു കഴിയുമ്പോൾ, എവിടെയാണോ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് തോന്നുന്നത് ജീവിതത്തിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫുൾ സ്റ്റോപ്പ് തോന്നുന്ന സമയത്തിൽ, ഇമാജിൻ യുവർ സെൽഫ് ഇൻ ദാറ്റ് പൊസിഷൻ. ഇമാജിൻ യുവർ സെൽഫ് ഡൂയിങ് ദാറ്റ് ജോബ്. ആ ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ നിങ്ങൾ നിങ്ങളുടെ സർവീസ് ചെയ്യുന്നതൊക്കെ ആലോചിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചത് അതൊക്കെ ആലോചിക്കുമ്പോൾ ഡെഫിനറ്റ്ലി എവിടെ നിന്നില്ലാത്ത ഒരു വലിയൊരു എനർജി നിങ്ങളിലേക്ക് വരും. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആ വിഷ്വലൈസേഷൻ തന്നെയാണ് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ ഇത് വലിയൊരു ദൂരമാണ്. ഈ യാത്ര വലിയൊരു യാത്രയാണ് നമ്മൾ താണ്ടുന്നത്. സോ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇറ്റ്സ് എ ലോങ് റോഡ്. ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, യാത്രയുടെ ഭാഗമായി നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും, സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും, ടെസ്റ്റ് സീരീസുകൾ എഴുതേണ്ടി വരും, മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യേണ്ടി വരും, ഒരുപാട് കറണ്ട് അഫയേഴ്സ് പത്രം ഒക്കെ വായിക്കേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ഈ യാത്രയ്ക്ക് വേണ്ടി ഇതാണ് അതിൻ്റെ കൃത്യമായ കോമ്പണൻസ് എങ്കിൽ അത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക.
ഇടയ്ക്ക് എവിടെയെങ്കിലും വീണ് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വിഷ്വലൈസേഷൻ്റെ പവർ ഒന്ന് ആലോചിക്കുക. വിഷ്വലൈസ് ദാറ്റ്, സീ ദ പവർ ഓഫ് ദ ഡ്രീം. ഡെഫിനറ്റ്ലി എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കംഫർട്ട് സോണിൻ്റെ പുറത്ത് കടക്കാൻ സാധിക്കും. ബിക്കോസ് യു ആർ ഹാവിങ് എ ഡ്രീം ആൻഡ് യു ആർ ഹാവിങ് ദറ്റ് വിഷ്വലൈസേഷൻ. സോ എല്ലാവരും ഈ പ്രശ്നമുള്ളവർ ഡെഫിനറ്റ്ലി യു ഹാവ് എ ഗ്രേറ്റ് ഡ്രീം. വലിയൊരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത്. ആ സ്വപ്നത്തിന് വേണ്ടി ഡ്രീം ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു ക്യാൻ കം ഔട്ട് ഓഫ് ദാറ്റ് കംഫർട്ട് സോൺ.